ബിഗ് ബോസ് സീസൺ 6ൻ്റെ ലൈവ് കാണുന്ന സമയത്താണ് കൃത്യമായിട്ട് കാര്യങ്ങളുടെ ഒരു കിടപ്പ് മനസ്സിലാവുന്നത്. രാവിലെ തന്നെ റോക്കി പതിവ് ഗെയിമുമായിട്ട് ഇറങ്ങിയതായിരുന്നു. അപ്പോൾ ഇന്ന് രാവിലെ അദ്ദേഹം കണ്ടെത്തിയ രണ്ടാമത്തെ ടോപ്പിക്കുകളിലൊന്നാണ് വർക്കായത്. ആദ്യം ശ്രീരേഖയുടെ ആ ഒരു കീയുടെ ഇഷ്യൂ ഒന്ന് പ്രശ്നമാക്കാനായിട്ട് ശ്രമിച്ചു, അത് വർക്കൗട്ടായില്ല. അതിനുശേഷമാണ് ഫുഡ് ചൂടാക്കുന്നതുമായി ബന്ധപ്പെട്ട് അപ്സരയോട് ഒരു വഴക്ക് ഉണ്ടാക്കുന്നത്. ഇവിടെ ഫുഡ് പോയിസൺ അടിക്കാൻ സാധ്യതയുണ്ട്. ഇന്നലത്തെ വെജിറ്റബിൾ പുലാവ് ഇന്നെടുത്ത് ചൂടാക്കുന്നത് തീരെ ശരിയല്ല. അത് അപ്സരയെ സ്ഥിരമായി റോക്കി ടാർഗറ്റ് ചെയ്യുന്നത് നമ്മൾ കാണാറുണ്ട്. അപ്പോൾ ഈ ഒരു പ്രൊവോക്കേഷൻ അപ്സര കാര്യമായിട്ട് തന്നെ എടുക്കുകയും നല്ല രീതിയിൽ റോക്കിയെ ആട്ടിവിടുകയും ചെയ്യുന്നുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള വാക്കേറ്റത്തിൽ വിളിക്കാൻ പാടില്ലാത്ത പല പേരുകളും വിളിക്കുന്നുണ്ട്. വീട്ടുകാരെ പറയുന്നുണ്ട്, നിൻ്റെ മറ്റവനോട് പോയി പറ എന്നൊക്കെ റോക്കി പറയുന്നുണ്ട്. ഒന്നും തീരെ അംഗീകരിക്കാൻ പറ്റത്തില്ലാത്ത വളരെ വളരെ മോശമായിട്ടുള്ള ഒരു ഭാഷയാണ് അവിടെ യൂസ് ചെയ്യുന്നത്. പിന്നെ അപ്സര നല്ല രീതിയിൽ തന്നെ ഫൈറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട്. അപ്സര തിരിച്ച് റോക്കിയുടെ ആ ഒരു സത്വത്തെയും അഭിമാനത്തെയും ആണത്തത്തെയൊക്കെ ചോദ്യം ചെയ്യുന്നുണ്ട്. അപ്പം റോക്കിക്ക് ഒരാവശ്യമില്ലാത്ത രീതിയിൽ തന്നെയാണ് രാവിലെ ഈ ഒരു ബഹളങ്ങളൊക്കെ ഉണ്ടാകുന്നത്. ഇത് എന്താണെന്ന് പറഞ്ഞാലും കണക്ട് ചെയ്ത് ക്യാപ്റ്റനിലേക്ക് എത്താൻ സാധ്യതയുണ്ട്. അങ്ങനെ എത്തുമ്പോഴായിരിക്കാം ഈ ഒരു പ്രശ്നം ഉണ്ടാവുന്നത്. കാരണം ക്യാപ്റ്റനാണ് ഫുഡ് പോലുള്ള കാര്യങ്ങളിലൊക്കെ പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കേണ്ടത്. അപ്പോൾ അപ്സര പറയുന്നത് നമ്മൾ പുതിയ ഫുഡ് ഉണ്ടാക്കുന്നുണ്ട്, അതുവരെ അത്യാവശ്യമുള്ള ആളുകൾക്ക് വേണ്ടിയാണ് ഈ പുലാവ് ചൂടാക്കി കഴിക്കേണ്ടത്. അപ്പോൾ റോക്കി അതൊരു ചാൻസ് ആയിട്ട് അവിടെ എടുക്കുകയാണ്. കിച്ചൺ ടീം ഫുഡ് സമയത്ത് തന്നില്ല, എല്ലാ ആളുകൾക്കും വിശക്കുന്നുണ്ട്. പക്ഷേ ആ ഒരു കേസിൽ ഒരാൾ പോലും റോക്കിക്കൊപ്പം ഇല്ല, ആകെ ഒരാളുണ്ട് കേട്ടോ. ഋഷി ഇന്നത്തെ കേസിൽ റോക്കിയെ വളരെ കാര്യങ്ങളിലൊക്കെയാണ് രാവിലെ മുതൽ തന്നെ സപ്പോർട്ട് ചെയ്യുന്നത്. റോക്കി പിന്നീട് ക്യാമറയുടെ ഫ്രണ്ടിൽ പോയി പറയുന്ന ഒരു ആരോപണം അപ്സര റാസ്കൽ എന്ന് വിളിച്ചു എന്നൊക്കെയാണ്. പക്ഷേ അപ്സരയോട് നിൻ്റെ മറ്റവനോട് പറ, നിൻ്റെ കെട്ടിയവനെ പോയി വിളിക്കുക എന്നൊക്കെ പറയുന്നുണ്ട്. എന്നാൽ അങ്ങോട്ടും ഇങ്ങോട്ടും വിളിക്കുന്നതിനിടയിൽ ഏറ്റവും കൂടുതൽ എടി പോടി എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഇൻസൾട്ടിങ് ആയിട്ടുള്ള രീതിയിൽ പെരുമാറുന്ന റോക്കിയാണ്. അപ്പോൾ അതിന് തിരിച്ച് റെസ്പോണ്ട് ചെയ്യുകയാണ് അപ്സര ചെയ്യുന്നത്. അതേപോലെ റോക്കിക്ക് പ്രൊവോക്കേഷൻ ഉണ്ടായ മറ്റൊരു മെയിൻ റീസൺ, റോക്കിക്ക് ഒരു ചെറിയ കുശുമ്പുണ്ട്. രണ്ട് കാര്യങ്ങളിലാണ് റോക്കിക്ക് കുശുമ്പുണ്ട് എന്ന് പ്രേക്ഷകരും അപ്സരയൊക്കെ ആരോപിക്കുന്നത്. ഒന്ന്, അപ്സര മികച്ച ക്യാപ്റ്റനായി ഇന്നലെ തിരഞ്ഞെടുക്കപ്പെട്ടു. അതേപോലെ തന്നെ റോക്കിയുടെ കയ്യിൽ നിന്ന് ക്യാപ്റ്റൻസി പോയി സിജോ ക്യാപ്റ്റനായി വന്നു. സിജോ രാവിലെ ഒന്നും ആ ഒരു കാര്യങ്ങളിൽ ഇടപെടാതെ മാറി നിൽക്കുന്നത് മികച്ച ഒരു ക്യാപ്റ്റനായി മുന്നോട്ടേക്ക് പോകാമെന്ന് വിചാരിച്ചായിരിക്കാം. അപ്പോൾ എൻ്റെ ഒരു ഊഹം ശരിയാണെന്നുണ്ടെങ്കിൽ രാവിലത്തെ ആ ഒരു ഗെയിമിൽ സിജോ അറിഞ്ഞുകൊണ്ട് ഇൻവോൾവ് ആവാനായിട്ട് ശ്രമിക്കുന്നില്ല. ഇപ്പോൾ ബിഗ് ബോസിൻ്റെ ഒരു മീറ്റിംഗ് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിനുശേഷം ജിൻഡോ പുലാവ് കഴിക്കുന്ന ആ ഒരു സാഹചര്യത്തിലാണ് ആഡ് നടക്കുന്നത്. എന്ന് വെച്ചാൽ രാവിലെ ചൂടാക്കിയ ആ ഒരു പുലാവാണ്. അധികം വൈകാതെ തന്നെ ഈ ഒരു പ്രശ്നം തുടങ്ങാൻ സാധ്യതയുണ്ട്. റോക്കി അദ്ദേഹത്തിൻ്റെ പരിധികളെല്ലാം ലംഘിച്ചിട്ടുള്ള ഒട്ടും മര്യാദയില്ലാത്ത അപ്രോച്ച് തന്നെയാണ് അവിടെ ഇറക്കുന്നത്. എനിക്ക് ഇന്നത്തെ സംഭവത്തിൽ രാവിലെ മുതൽ തന്നെ റോക്കിയുടെ ആ ഒരു പെരുമാറ്റം തീരെ പേഴ്സണലി ഇഷ്ടമായില്ല. നിങ്ങൾ പറയുക. നന്ദി.